മോർണിംഗ് അമേരിക്ക. ട്രംപിന്റെ വരവോടെ ലോകക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. എത്രയൊക്കെ മാറ്റം വന്നാലും കണ്ടാൽ കടിച്ചു കീറാൻ നിന്ന റഷ്യയും അമേരിക്കയും ഇണക്കുരുവികളെ പോലെ പെരുമാറുമ്പോൾ ലോകരാഷ്ട്രീയം എങ്ങനെ മാറിയെന്ന് കരുതാം. തന്റെ ലക്ഷ്യങ്ങളേറെയും കഴിഞ്ഞ 3 വർഷത്തിൽ പൂർത്തിയാക്കിയ പുടിൻ എല്ലാ കടുംപിടുത്തങ്ങളോടെയും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ജയമാർക്ക്. സെലൻസ്കിയെ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ച ബൈഡന്റെ അമേരിക്കയിൽ നിന്ന് പുടിനിലേക്ക് അടുക്കുന്ന ട്രംപിന്റെ അമേരിക്കയിലേക്ക് ദൂരമെത്ര? യുദ്ധക്കെടുതി ബാധിച്ച യുക്രൈൻ എന്ന കൊച്ചു രാജ്യത്തിന്റെ ഭാവി എന്ത്? അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. അകലുന്ന അമേരിക്ക. ഇന്നത്തെ എന്റെ അതിഥികൾ UK കോൺസർവേറ്റീവ് പാർട്ടി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ മേയർ എമിരിറ്റസ് ഡോക്ടർ ടോം ആദിത്യ, രാജ്യാന്തര രാഷ്ട്രീയ വിദഗ്ധനും മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വർഗീസ് കോരസൻ, US പൊളിറ്റിക്കൽ അനലിസ്റ്റായ മിഥുൻ തോമസ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ടോം ആദിത്യയിലേക്കാണ്. ശ്രീ ടോം ആദിത്യ, നമ്മൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഒക്കെ ശേഷമുള്ള ഒരു ചേരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് രീതിയിലായിരുന്നു പാശ്ചാത്യ ലോകത്ത് സഖ്യങ്ങൾ രൂപപ്പെട്ടത്? പക്ഷേ അതിനൊക്കെ ഘടകവിരുദ്ധമായി പാശ്ചാത്യ ചേരിയിൽ ഒരു മാറ്റം വരുന്നു എന്ന് അങ്ങ് കണക്കാക്കുന്നുണ്ടോ? ടൈറ്റില് ഞാൻ ഒരല്പം മാറ്റിയ അകലുന്ന അമേരിക്കനേക്കാൾ അത് അടുക്കുന്ന അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയില്ലേ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. നമ്മൾ ഉദ്ദേശിച്ചത് യുക്രൈനിൽ നിന്ന് അകലുന്ന അമേരിക്ക, റഷ്യയിലേക്ക് അടുക്കുന്ന അമേരിക്ക എന്നാണ്. ഞാൻ ഇതിന്റെ ലോക സമാധാനത്തിന്റെ ഒരു തലത്തിലാണ്. ഇപ്പം റഷ്യക്കുള്ള പ്രോബ്ലം എന്താണ്? യുക്രൈൻ നെയ്റ്റോയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതിന്റെ സുരക്ഷിതം, that is actually they are worried about their security. But the Western powers will come and അങ്ങനെ എൻക്രോച്ച് ചെയ്യുമോ എന്നുള്ള അവരുടെ ഒരു സന്ദേഹം. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വാഗ്ദാനം തന്നെയായിരുന്നു, we will have a de-escalation of the Ukrainian conflict, which is he's doing. Okay, അതിന്റെ വേറൊരു തലമാണ്. ഇതൊരു വേറൊരു കാഴ്ചപ്പാട്. ഇപ്പൊ സൗദി അറേബ്യയുടെ മധ്യസ്ഥ ആദ്യമായിട്ടായിരിക്കാം ഒരു യുക്രൈൻ വാറിന് ഈ സമയത്ത് ഈ ഒരു ടാക്ടിക്സ് പുടിനും ആവശ്യമാണ്. കാരണം ഹി ഓൾസോ വോണ്ട് ടു എൻഡ് ഇറ്റ്. അദ്ദേഹത്തിന്റെ 10 ദിവസം എന്ന് പറയുന്നത് തന്നെ ലോങ് ടേം ആണ് നമുക്ക് എടുക്കുക. കാരണം ഒരാഴ്ച തന്നെ പുള്ളിക്ക് എത്രയൊക്കെ ചെയ്യാം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും എന്നുള്ള ഒരു തിടുക്കത്തിലാണത്. അദ്ദേഹം ഈ ഫസ്റ്റ് ഒരു നോഷൻ നമ്മൾ നോക്കിയാൽ ഒരു 100 days നമ്മൾ എടുക്കാൻ ഓർത്ത് നോക്കി. ഈ സെക്കൻഡ് ടേമിന്റെ ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്തേക്കണം. we will be planning to retake Panama Canal. We will acquire Greenland and barrage of tariffs. Okay, so all these coming up. മെക്സിക്കൻ പ്രസിഡന്റിനെ കൊണ്ടിവിടെ സമ്മതിപ്പിക്കേണ്ടി വന്നു, കാരണം കൂടുതൽ സൈനികരെ അതിർത്തിയിൽ നിർത്തുമെന്ന്. എന്തായാലും അത് രാജ്യത്തിന്റെ സുരക്ഷ, ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. ഇത് രണ്ടും ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ പെട്ടെന്ന് അടുത്ത ആഴ്ചയോ കാണുമോ, പുടിനുമായിട്ട് അദ്ദേഹം കാണുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഫെബ്രുവരി 12 പുടിനുമായിട്ടൊരു കോൺവെർസേഷൻ, ടെലിഫോൺ കോൺവെർസേഷൻ നടത്തി, വിച്ച് ഇസ് ആക്ച്വലി ഒത്തിരി നാളിന് ശേഷം അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. അപ്പം രാഷ്ട്ര തലവന്മാരോടുള്ള നമ്മുടെ ബന്ധം സാധാരണ നമ്മളെ പോലുള്ള, അപ്പം നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരുടെ അവരുടെ നമ്മൾ സത്യം പറഞ്ഞ വ്യക്തി ജീവിതത്തിനെയും സത്യം പറഞ്ഞ സമൂഹ ജീവിതത്തിനെയും ബാധിക്കുന്നു. അപ്പം ഈ നേതൃത്വങ്ങൾ നല്ല രീതിയിൽ ദിശകളിൽ ചരിക്കുമ്പോൾ, അതിനനുസരിച്ച് പ്ലാനിങ് കൊടുക്കുമ്പോൾ, അത് സാധാരണ മനുഷ്യർ, ലോക രാഷ്ട്രങ്ങൾക്ക് തന്നെ സമാധാനം കൊണ്ടുപോകാൻ, ഞാൻ കൺസർവേറ്റീവ്, ഞാനിപ്പോ ബ്രിട്ടന്റെ പെർസ്പെക്റ്റീവ് എന്ന് നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. കാര്യം യൂറോപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പം നേരിട്ട് റഷ്യയുമായിട്ടുള്ള ഒരു കാര്യം. അത് യൂറോപ്യൻ ശക്തികൾക്ക് ഇപ്പം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം യുക്രൈനില് റഷ്യ ഒരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അത് മറ്റു രാജ്യങ്ങളെ, അതായത് പോളണ്ട്, മറ്റു രാജ്യങ്ങളുണ്ട്, അതിന് സമീപ പ്രദേശങ്ങളുള്ള രാജ്യം, ഇതിനെയൊക്കെ അവരുടെ കോൺഫിഡൻസിനെയോട് ബാധിക്കുന്നതാണ്. ബട്ട് ഹി വിൽ ബി ടേക്കിംഗ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ട്രംപ് ആ ഒരു രീതിയിലുള്ള ഒരു കാര്യം. കാരണം അന്ന് തന്നെ ട്രംപിന്റെ ഒരു പഴയ വാഗ്ദാനമുണ്ട്, let the Crimea was part of Russia already, to be honest. Okay, നമ്മള് യുക്രൈൻ when it was part of the Soviet Union, അപ്പോഴാണ് യുക്രൈനിലേക്ക് അത് കൂട്ടിച്ചേർത്തത്. അതിന്റെ ഒരു എന്നാ പറയുന്നത്, ഗീവ് ആൻഡ് ടേക്ക്. അത് റഷ്യൻ സംസാരിക്കുന്ന കുറെ ആളുകൾ അവിടെ വേണമെന്നുള്ള റഷ്യയുടെയും കൂടെ ആഗ്രഹമായിട്ടാണ് അന്ന് യുക്രൈൻ കൊടുത്തത്. അത് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഒരു സമാധാന ചർച്ചയാകാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. അതായിരിക്കും ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് നമുക്ക് അറിയില്ല കേട്ടോ. ദിസ് ഇസ് ആക്ച്വലി പ്രിജുഡിസസ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അസംഷൻസും കൂടെ ആകാം. ഇത് ഞാനൊരു ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നറിയാം.
ഞാൻ പറയുന്നത് എന്റെ സഹപാനീയർസും ഇതിനെക്കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. കാരണം ഇതാരെയും തർക്കിക്കാനല്ല, കാരണം അറിയാനും നമ്മൾ തമ്മിൽ അറിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു കോൺവെർസേഷന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് നമ്മൾ ഇതിനകത്ത് ഒരു നല്ല തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് എന്നാൽ ഈ ഒരു തലത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ സമയത്ത് ലേബർ പാർട്ടിയുടെ അഡ്മിനിസ്ട്രേഷൻ കിയർ സ്റ്റാർമറിനെ അദ്ദേഹത്തിനെ സത്യം പറഞ്ഞ ഇഗ്നോർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പുതിയതായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ അവരെയൊക്കെ സ്നബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാറ്റുന്നത് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ആണ്. ഇതുണ്ടാകുമായിരുന്നില്ല. ഒരു സത്യത്തിൽ നമുക്കൊരു യൂറോപ്പിനൊരു അടിയാണ്. എങ്കിലും ശ്രീ വർഗീസ് കോരസൻ, അത് തന്നെയാണ് ഇപ്പോൾ ഒരു മുൻവിധികളോടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ട്രംപ് കൂടുതലായി പുടിനോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെ ചിറകിൻ കീഴിൽ ഒളിപ്പിച്ച് എല്ലാ താങ്ങും തണലും ഒക്കെ കൊടുത്ത യുക്രൈനിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോൾ, സെലൻസ്കി അത് സർവ്വശക്തിയും എടുത്ത് ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾക്കാണ്. അപ്പോൾ ഈ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ഒരു നീണ്ട ചേരി അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥത അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അവരവരുടേതായ യോഗങ്ങൾ വിളിക്കുന്നുണ്ട്. എത്രത്തോളം ഈ അസ്വസ്ഥത ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് ട്രംപിന് മുന്നോട്ട് പോകാനാവും? അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈസ് എ നാച്ചുറലി എ ലീഡർ ഓഫ് എ ഫ്രീ വേൾഡ്. അപ്പൊ അത് ഈ ഒരു മാസം കൊണ്ട് ആ ഒരു ഫ്രീ വേൾഡിലെ ലീഡർ എന്നുള്ള ഒരു മുഖച്ഛായയിൽ നിന്ന് അമേരിക്ക മാറിയിട്ട് ഹീസ് ഓൺ ദി സൈഡ് ഓഫ് ഓട്ടോക്രാറ്റ്. ഒരു കഴിഞ്ഞ ഒരാഴ്ച അധികമായിട്ട് ആക്ച്വലി എംബാരസിങ് ന്യൂസ് ആണ് അമേരിക്കയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ നടപടികൾ കുറെയൊക്കെ ഇമിഗ്രേഷന്റെ കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും പലർക്കും പലതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന മിഡ്വേസ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഈ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അസ്റ്റോണിഷിങ് വീക്ക് എന്ന് പറയും. കാരണം റഷ്യന്റെ ആർഗ്യുമെന്റ് എപ്പോഴും പറഞ്ഞത് യുക്രൈൻ സ്റ്റാർട്ട് ദി വാർ എന്നാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞത്. ഇത് യുക്രൈനെ അറ്റാക്ക് ചെയ്തതിനു ശേഷം ഇപ്പൊ പറയുന്നുണ്ട് പിന്നെ യുക്രൈൻ ആണ് യുദ്ധം ആരംഭിച്ചത്. രണ്ടാമത്തെ കാര്യം പറയുന്നു സെലൻസ്കി ഈസ് എൻ ഡിക്റ്റേറ്റർ. ഇപ്പൊ ഇവിടെ ആരാണ് ഡിക്റ്റേറ്റർ? അവിടെ ഇലക്ഷൻ നടക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ റഷ്യയിലെ ഇലക്ഷനെ പറ്റി നമുക്കറിയാം എന്ത് ഇലക്ഷനാണ് നടക്കണേ. അപ്പൊ ആരൊക്കെ വോട്ട് വെട്ടിയുമായിട്ട് പോയാലും അവിടെ പുടിനില്ലാതെ ആരും ജയിക്കാൻ സാധ്യതയില്ല. ആ ഒരു സിറ്റുവേഷൻ അല്ല യുക്രൈനിലുള്ള. ഈ ഡെമോക്രസിയെ പറ്റിയുള്ള ഒരു മാനദണ്ഡം തന്നെ എന്താണ്? അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു സെലൻസ്കീസ് അപ്രൂവൽ റേറ്റ് ഈസ് ഓൺലി 4%. ഇത് എവിടെ നിന്ന് കിട്ടിയ കണക്കാണ് ദൈവത്തിനത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കള്ള പ്രചരണങ്ങൾ ഉയർത്തിവിട്ടാണ് ഈ ട്രംപ് ഈ ഇലക്ഷനിൽ ഇത്രയും നേരം മുമ്പോട്ട് പോയത്. പക്ഷെ നല്ലൊരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇമിഗ്രേഷൻ ആയിരുന്നു ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു. പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഈ എക്സിക്യൂട്ടീവ് പവർ കൊണ്ട് അദ്ദേഹം എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ളതിനെ പറ്റി എനിക്ക് വളരെ സംശയമുണ്ട്. അമേരിക്കയിലെ നല്ലൊരു ശതമാനം ആൾക്കാർ വളരെ എംബാരസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം 8 ഡെക്കേഡ്സ് ആയിട്ട് US നടത്തിയ ഫോറിൻ പോളിസി മുഴുവൻ ഫ്ലിപ്പ് ഔട്ട് ചെയ്തിട്ട് അതിന് പുതിയൊരു സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കുകയാണ്. US അലൈൻഡ് വിത്ത് ഡിക്റ്റേറ്റർ റഷ്യ ആൻഡ് US ഫോറിൻ പോളിസി ഇത് ട്രാജിക് വേയിലോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആരാ ബെനിഫിറ്റ് എടുക്കുന്ന? അൾട്ടിമേറ്റ്ലി ചൈന. ഇപ്പം അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള കാനഡയും മെക്സിക്കോയും എല്ലാം ഇനിയും ചൈനയുമായിട്ട് അലൈൻ ചെയ്ത് ബ്രെക്സിറ്റും യൂറോപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയിലെ ടാരിഫും പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അതൊരു വല്ലാത്തൊരു ആൻസൈറ്റി അമേരിക്കയുടെ ഉൾഭാഗത്ത് ഉണ്ട്. ട്രംപ് ഈസ് എ ബിസിനസ് മാൻ. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് മാൻ ആയതുകൊണ്ട് ഈ കാണുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു ബിൽഡിംഗ് ആയിട്ടാണ് പുള്ളി കാണുന്നത്. ഗാസ ആണെങ്കിലും റഷ്യ ആണെങ്കിലും യുക്രൈൻ ആണെങ്കിലും ആദ്യം അതിനെ ഏറ്റവും വില കുറച്ച് കാണിക്കുക, വില കുറച്ചിട്ട് അവരുടെ മേധാവിത്വം മുഴുവൻ അടിയറ വെപ്പിക്കുക, എന്നിട്ടൊരു നെഗോഷിയേഷനിലോട്ട് കൊണ്ടുവരും. ഇപ്പം റഷ്യയും യുക്രൈനുമായിട്ടുള്ള ഈ ചർച്ചകളിൽ തന്നെ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്ന സെയിം റിയൽ എസ്റ്റേറ്റ് പോളിസി തന്നെയാണ് കാണിക്കുന്നത്. ആദ്യം ഇപ്പം നമുക്കറിയാം യുക്രൈനെതിരായിട്ട് ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സൈഡിൽ അദ്ദേഹത്തിന്റെ പിറകിൽ ആൾക്കാർ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നത്. അപ്പോൾ ഏത് രീതിയിൽ ഡീൽ ചെയ്ത് ഇതിനെ അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ബി ടീം എല്ലാത്തിനും പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇദ്ദേഹം മുമ്പിൽ നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സാധാരണ ഈ റിയൽ എസ്റ്റേറ്റിൽ കാണിക്കുന്ന സെയിം പണിയാണ്. വില കുറച്ച് കാണിക്കുക, എന്നിട്ട് ഓരോ ആവനാഴികളുള്ള ഓരോന്ന് മുമ്പോട്ട് എടുത്ത് വെക്കുക. ഈ സെയിം ഡീലാണ് കാണിക്കുന്നത്. എനിക്കൊന്ന് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ബെനിഫിറ്റ് അമേരിക്കയ്ക്ക് വരാൻ സാധ്യതയുണ്ട്.
ശരി. ശ്രീ മിഥുൻ, ഇപ്പോൾ നമ്മൾ ഈ ട്രംപ് വളരെ പവർഫുൾ ആണ്. കാര്യങ്ങളെല്ലാം ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുന്നത് പോലെ എല്ലാം സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ഈ വൈറ്റ് ഹൗസിൽ നിന്നും ഓവൽ ഓഫീസിൽ നിന്നും ഒക്കെ അടുത്തയിടെ വരുന്ന ചില ചിത്രങ്ങൾ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ലോകരാഷ്ട്രീയത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിശ്വസിക്കുന്ന വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ഓവൽ ഓഫീസ് അത്രത്തോളം എന്താ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസും ഡിസിഷൻസും എടുത്തുകൊണ്ടിരിക്കുന്ന ഓവൽ ഓഫീസിൽ ഇലോൺ മസ്ക് തൻ്റെ 4 വയസ്സുകാരനായ മകനെയും കൊണ്ടുവരുന്നു. ഒരു അംഗൻവാടിയാണോ പ്ലേ സ്കൂളാണോ എന്ന രീതിയിൽ ട്രംപിനോട് പോലും ഈ ചെറിയ കുട്ടി മിണ്ടാതിരിക്കാൻ പറയുന്നു. അപ്പോൾ ഒരു വശത്ത് വളരെ പവർഫുൾ എന്നൊരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു ചെറിയ കുട്ടി മിണ്ടാതിരിക്കാൻ പറയുന്നു. അത് ഈ കുട്ടി എന്നുള്ള ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫീസിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതായിരുന്നു, അത് എത്രത്തോളം ലൈറ്റ് ഹാർട്ടഡ് ആയി മാറുന്നു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന് ട്രംപിനെ കുറിച്ചുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? അറിവ് സെലൻസ്കയുടെ ഹണിമൂൺ അവസാനിച്ചു എന്ന് ജനുവരി 20 ട്രംപ് ഓവൽ ഓഫീസിൽ കയറി അന്ന് മുതൽ അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഈ അമേരിക്കൻസിൽ 80% അമേരിക്കൻസിൽ മനസ്സിലായി ദിസ് വാർ ഇസ് എ സ്കാം. പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ CIA ബ്രീഫിംഗ് കൊടുത്തിരിക്കുകയാണ് ട്രംപിന്. ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് കയറി പോകുന്ന ആംസ്, അമ്യൂണിഷൻസ്, ഫയർ ആംസ് എന്തും ആയിക്കോട്ടെ, ദ മൊമെന്റ് ലാൻഡ് ഉക്രൈൻ ഇറ്റ്സ് ഗോയിങ് ടു ഗാങ്സ് ആരുടെ ഗാങ്സ് ചോദിക്കുമ്പോൾ സെലൻസ്കിയുടെ ഗാങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ദ ബാറ്റിൽ ഫീൽഡ്, ഫ്രണ്ട് ലൈനിൽ പോകുന്നില്ല. ദ ഹണ്ടർ ബൈഡനുമായി ബന്ധപ്പെട്ട സ്കാംസ് അമേരിക്കൻസ് കണ്ടു. ഇവിടെ അമേരിക്കൻസ് നെറ്റ്ഫ്ലിക്സ് ക്യാൻസൽ ആയിക്കൊണ്ട് ഫ്രീ ആയിട്ടുള്ള ആമസോൺ പ്രൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 300 ബില്യൺ ട്രംപിന് ചോദ്യമാണ്. ഈ പറഞ്ഞ ഡോജ് ആയിട്ട് നമ്മുടെ ഇലോൺ മസ്ക് ചോദിച്ചു, $300 ബില്യൺ എവിടെ പോയി? റെസീറ്റ് ഇല്ല, കണക്കില്ല, കിട്ടിയില്ല എന്ന് പറയുന്നു. ഒരു കണക്കുമില്ല. ആളുകൾ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. 80% 2022 ഫെബ്രുവരി 24 ഈ യുദ്ധത്തിന് അമേരിക്കൻസിന്റെ ഏറ്റവും വലിയ ശതമാനം അംഗീകരിക്കുന്നവര് ഇന്ന് ഒന്നുമല്ലാണ്ടായി മാറി. സെലൻസ്കി ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നപ്പോൾ അമേരിക്കയുടെ ക്യാപിറ്റോൾ ബിൽഡിംഗ് പാർലമെന്റിൽ ഈ വാസ് എ ഹീറോ. അദ്ദേഹം യുക്രൈന്റെ പതാകയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന വീഡിയോ പുറത്തു വന്ന നാൻസി പെലോസി സ്പീക്കർ വെരി ഗെറ്റിംഗ് ക്ലോസ്. ഇന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ ഭാഗമേ അല്ല. സൗദിയിലെ റിറ്റ്സ് കാൾട്ടണിലെ മീറ്റിംഗിൽ അദ്ദേഹത്തിന് സ്ഥാനം പോലുമില്ല. ഇന്ന് ചിന്തിച്ചു നോക്കണം, ഈ പുടിൻ എവിടെയാണ്? പുടിൻ യുദ്ധ കുറ്റവാളിയായിരുന്നു. ഇന്ന് പുടിൻ എവിടെയാ? ഈസ് വെരി ഗെറ്റിംഗ് ക്ലോസ് ടു ട്രംപ്. ഇക്വേഷൻസ് മാറുകയാണ്. ഇവിടെ ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ആരൊക്കെയാണ് നിരാശര്? ട്രംപ് ഈസ് വെരി അപ്സെറ്റ് ബിക്കോസ് ട്രംപിന്റെ ഏറ്റവും വലിയ അവകാശം എന്തായിരുന്നു ഇലക്ഷന്റെ? ഐ വിൽ സ്റ്റോപ്പ് ദിസ് വാർ ഫ്രം ഡേ 1. ഐ ഹാവ് എ ഗ്രേറ്റ് പ്ലാൻ. അദ്ദേഹം അവകാശം ഉന്നയിച്ചു. 1 മാസമായി ഒന്നും നടക്കുന്നില്ല. ഈസ് വെരി അപ്സെറ്റ്. ഈസ് അപ്സെറ്റ് ഓൺ ഹൂം? സെലൻസ്കിയോട് അദ്ദേഹം വളരെ നിരാശനാണ്. കാരണം സെലൻസ്കി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തേ പറ്റൂ. പുടിൻ ഈസ് വെരി ആംഗ്രി. എന്തുകൊണ്ട്? റൂബിൾ താഴേക്ക് പോകുന്നു, അദ്ദേഹത്തിന്റെ പണപ്പെരുപ്പ് താഴേക്ക് കയറി പോവുകയാണ്, അദ്ദേഹത്തിന് ആംസ് ഇല്ലാതെ പോകുന്നു, നോർത്ത് കൊറിയ വരുന്നു രക്ഷിക്കാനായിട്ട്, ചൈന വരുന്നു. പിന്നെ സെലൻസ്കി വളരെ അപ്സെറ്റ് ആണ്. കാരണം സെലൻസ്കിക്ക് ആംസ് കിട്ടുന്നില്ല, പണം കിട്ടുന്നില്ല അമേരിക്കന്ന്. ഞാൻ പറഞ്ഞ അമേരിക്കൻ ജനത വളരെ അപ്സെറ്റ് ആണ്. കാരണം ഈ പറഞ്ഞ കണക്കുകൾ വരികയാണല്ലോ. അപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ഇനി ഈ പറയുന്നത് എന്തുകൊണ്ട് യൂറോപ്പിനെ വിളിച്ചില്ല എന്നുള്ളത്. കാരണം യൂറോപ്പ് ട്രംപ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വാട്ട് യു പീപ്പിൾ ഫോർ ഡൂയിങ് ഫോർ ലാസ്റ്റ് 3 വർഷം എന്തു ചെയ്യുകയായിരുന്നു? ഈ പറഞ്ഞ UK, ഫ്രാൻസ്, ജർമ്മനി ഒരു ടേബിളിലേക്ക് കൊണ്ടുപോവാ. ഇവരെ സ്വിസ്സിലെ മീറ്റിംഗ് നടത്തി ഈ പ്രശ്നം തീർക്കാൻ. പുടിനെ വിളിച്ചില്ല. വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ഓൺ? അപ്പൊ അതുകൊണ്ട് ചോദ്യം വളരെ സിമ്പിൾ ആ ട്രംപിന്റെ. വാട്ട് യു ആർ ഡൂയിങ് ഫോർ ലാസ്റ്റ് 3 വർഷം? ഈ 5 പേരെ കണ്ടിരിക്കുന്ന റിറ്റ്സ് കാൾട്ടണിലെ മീറ്റിംഗിൽ വളരെ ശക്തമായിട്ടുള്ള 5 പേരെ കണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ NSA സെക്രട്ടറി, അമേരിക്കയുടെ ട്രംപിന്റെ ഗൾഫിലെ ട്രംപിന്റെ ദൂതൻ, പിന്നെ അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സെക്രട്ടറി, സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി മാർക്ക് റുബിയോ, അതോടൊപ്പം തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ, പിന്നെ പുടിൻ വിശ്വസൻ, അവരെല്ലാം കൂടി തീരുമാനിക്കുകയാണ്. കാരണം അവർ പറഞ്ഞു വ്യക്തമായിട്ട് യൂറോപ്പ് വിൽ ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ദിസ് എ ഫസ്റ്റ് മീറ്റിംഗ്. ഇതൊരു ഫസ്റ്റ് മീറ്റിംഗ് മാത്രമാണ്. നാളെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പോകുന്നില്ല. പക്ഷേ വി ഹാവ് ടു ഗെറ്റ് എവരിബഡി ഇൻടു എ ടേബിൾ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ബിക്കോസ് ഇത് എത്ര കാലം മുന്നോട്ട് പോകും? ഹൗ മെനി ഈ യുദ്ധം ഉക്രൈനിലെ ഏറ്റവും അവസാന യുവാവും മരിക്കുന്നവരെ യുദ്ധം മുന്നോട്ട് പോകുന്നതായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം Su-50s രാജ്യമാണ് ഈ പറയുന്ന നമ്മുടെ റഷ്യ. ഒരു ദിവസം വേണ്ട അവർക്ക് തീർക്കാനായിട്ട്, അല്ലെ? ഈ പറയുന്ന യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യായിരുന്നു ആര്? റഷ്യനെ. ഈ പറയുന്ന ക്രിമിയ ആക്രമിച്ചത് ഈ പറയുന്ന ഒബാമയുടെ കാലഘട്ടത്തിലാണ്. ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഉക്രൈൻ വീണ്ടും ആക്രമിച്ചിരിക്കുന്നത് നമ്മുടെ പുടിൻ, നമ്മുടെ ജോ ബൈഡന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ട്രംപിനെ ഇവർക്കെല്ലാം പേടിയാണ്.
പറയാണ് ഈസ് അൺപ്രിഡിക്റ്റബിൾ, ഈസ് വെരി വെരി ഡേഞ്ചർ. അതുകൊണ്ട് തന്നെ ട്രംപിന് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു വിഷയം തീർക്കാൻ പറ്റും. കാരണം വി നീഡ് എ സ്ട്രോങ് ലീഡർ. ഈ ലോകത്തിന് സ്ട്രോങ് ആയിട്ട് ലീഡർ വന്നേ പറ്റൂ. ഒരുമിച്ച് കൊണ്ടുപോവാ. സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഈ യുദ്ധം തീർക്കാൻ ഒരേ ഒരാൾ ട്രംപ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിനെ എല്ലാ രാജ്യങ്ങളും ഇൻക്ലൂഡിംഗ് യൂറോപ്പ്, ഇന്ത്യ, ഏഷ്യ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് ഈ അവസരത്തിൽ. ശരി, ശ്രീ ടോമാദിത്യ, ഇപ്പോൾ ചോദിച്ച ചോദ്യം അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഈ 3 വർഷം നിങ്ങളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങളൊക്കെ എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ബ്രിട്ടനും ഫ്രാൻസും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ എന്താണ് ചെയ്തത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ? പക്ഷേ അങ്ങനെ ഒരു അതിവേഗ യുദ്ധം അവസാനിപ്പിക്കലിലേക്ക് പോകുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള മനസാക്ഷിയും ആവശ്യമില്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നില്ലേ? യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് ഈ യൂറോപ്യൻ യൂണിയനും UK ഒക്കെ തന്നെ ഇതിനെതിരെ ഒരു യുക്രൈന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ അതിനുവേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സോളിഡാരിറ്റി വിത്ത് ദി യുക്രൈനീസ്. ഞങ്ങൾ ഒത്തിരി യുക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ച രാജ്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ സൗത്ത് ഗ്ലോസ്റ്റർഷെയറിന്റെ ഇക്വാളിറ്റീസിന്റെ ചെയർമാനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ മൾട്ടിഫേത്തിന് ഞങ്ങൾ ഒത്തിരിയധികം റെഫ്യൂജീസിനെ ഇപ്പോഴും അവിടെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരിയധികം ഉള്ളതുകൊണ്ട് ഈ ട്രംപ് പറയുന്ന പോലെയല്ല. ട്രംപിന് സെലൻസ്കിയുമായിട്ടൊരു വ്യക്തി വൈരാഗ്യം പോലെയാണല്ലോ. ഈ സമയത്ത് തന്നെ US സ്പെഷ്യൽ എൻവോയ് ഉണ്ട് എന്ന് വെച്ചാൽ കീത്ത് കെലോഗ്. അദ്ദേഹം യുക്രൈന്റെയും റഷ്യയുടെയും കൊണ്ടുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അദ്ദേഹം സെലൻസ്കി എന്താണ് പറഞ്ഞത്? ഈസ് ദ കറേജിയസ് ലീഡർ വിച്ച് ഇസ് എ നേഷൻ അറ്റ് വാർ. ഒരു വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഒരു ജനതയെ പിടിച്ചെടുക്കുന്നതിനകത്ത് അദ്ദേഹം കാണിക്കുന്ന ധീരതയും ആ ലീഡർഷിപ്പിനെയും പൂഴ്ത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ US സ്പെഷ്യൽ എൻവോയ് ആണ് പറയുന്നത്. അപ്പം ട്രംപിന്റെ റെത്തറിക്കിന് ടോട്ടൽ കോൺട്രാസ്റ്റ് ആണ് ആ US എൻവോയ് തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് ട്രംപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഒരു യുദ്ധം നീക്കുവാനായിട്ട് അതിനകത്ത് ചില കാര്യങ്ങൾ വിഷയമുണ്ട്. ശരിയാണ്. അതായത് ബൈഡൻ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് വി വിൽ ബി വിത്ത് ദ വാർ എന്ന് പറഞ്ഞ റഷ്യ അന്ന് കയറി അടിക്കില്ലായിരുന്നു. ഇത് വി വിൽ നോട്ട് ബി അറ്റ് ദ വാർ എന്ന് ഇവരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ യുക്രൈനിയൻസിനെ ഒരു ഇതാക്കി കളഞ്ഞ പോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ അവരെ യുദ്ധത്തിലേക്ക് തള്ളി വിട്ടുന്ന. കാരണം ഇവരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ കയറി അടിക്കും. അന്നേരം ഇവര് ഡിസ്ക്ലോസ് ചെയ്ത് അത് ആ സമയത്ത് ഒരു 3-4 വർഷം മുമ്പുള്ള ചർച്ച നോക്കി കഴിഞ്ഞാൽ ഒരു രീതിയിൽ ബൈഡൻ ഒരു മിസ്റ്റേക്ക് ആണ് അവിടെ കാണിച്ചത്. കാരണം എക്സാക്ട്ലി ലിബറലിസത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല പുടിൻ. അദ്ദേഹത്തിന് സ്ട്രോങ് നാഷണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്റ്റേറ്റ് കൺട്രോൾഡ് മീഡിയ ആണ്. അതുകൊണ്ട് പുടിന്റെ വാഴ്ത്തി പാടിക്കൊണ്ടാണ് അവിടുത്തെ കുട്ടികൾ ഓരോ ദിവസവും കേൾക്കുന്നത്, അല്ലെങ്കിൽ യുവാക്കൾ. അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ കുട്ടികൾ ആൾക്കാർ റഷ്യൻ ജനത. അതാണ് അവിടുത്തെ റേറ്റിംഗിന് ഒരു കാര്യം. പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കി പുടിന്. റഷ്യ കാരണം ഈ സോവിയറ്റ് യൂണിയൻ പോയതിനു ശേഷം ഇത്രയും നീണ്ട കാലഘട്ടം 99 onwards he is actually in the top, okay, either as president or sometimes short term as prime minister as well. So അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് റഷ്യ. അത് ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ആണെന്ന് റഷ്യൻ ജനതയ്ക്ക് ഒരു രീതിയില് ടോപ്പ് റേറ്റിംഗ് ഇദ്ദേഹത്തിന്റെ സെലൻസ്കിയുടെ റേറ്റിംഗ് 4% എന്നാണ്. ട്രംപിന് എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് ആരുമില്ല. He may be as he is a businessman, he wants to actually show that you are nothing dear, okay, എന്നോട് സംസാരിക്കാൻ താല്പര്യം. പക്ഷെ അത് മോശമാണ് ഒരു രാജ്യത്തിന്. കാരണം ഈ അശക്തനായ ഒരു രാജ്യത്തിനെ പിടിച്ചു നിർത്തുവാൻ ഒരു ചാമ്പ്യനിങ് ഒരു പവറാണ് അമേരിക്ക പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് എത്രയോ രാജ്യങ്ങളിലേക്ക്. അപ്പോൾ അതിന്റെ ഒരു പവർ കൊടുക്കാതിരിക്കുന്നത് അമേരിക്ക എന്നുള്ളൊരു വേൾഡ് ലീഡറിന് നല്ലതല്ല. ബന്ധങ്ങളും സുദൃഢമാക്കുന്നത് നല്ലതാണ്. റഷ്യയുമായും. ഇപ്പം വേറൊരു പ്രോബ്ലം ഉണ്ട്. ഈ ചൈനയും മറ്റു രാജ്യങ്ങളും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന, ഈവൻ ടർക്കി ഉൾപ്പെടുന്ന, അങ്ങനെ വേറൊരു ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെ അദ്ദേഹം സത്യം പറഞ്ഞാൽ ചില സമയത്ത് അമേരിക്ക അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയും. ഓക്കെ, വി ആർ ആക്ച്വലി നോട്ട് ഇൻ വാസ്. അതൊരു സൂപ്പർ പവറിന്റെ അദ്ദേഹത്തിന് വേറെ സ്ട്രാറ്റജിയാണ്. എന്തായാലും ഇപ്പം നമ്മുടെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് നോക്കിയല്ലേ, FBI ഡയറക്ടറായിട്ട് മറ്റേ ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. അപ്പം he actually celebrated Black History Month, which is it was actually അതിലൊരു ആള് പറയായിരുന്നു, ഇപ്പം ട്രംപ് വന്നു ആഴ്ചകളും ഇതായിട്ടേ ഉള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ 1 വർഷത്തോളം ഇദ്ദേഹമായിരുന്നു പ്രസിഡന്റ് തോന്നുന്ന ഫീലിലാണ്, ഒരു പവറാണ് അദ്ദേഹം ആ കോൺഫിഡൻസ് അമേരിക്കൻ ജനതയിലെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുള്ളിൽ കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ നല്ലൊരു സ്ട്രാറ്റജി അദ്ദേഹം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്.
ശരി, ശ്രീ വർഗീസ് കോരസൻ, അത്തരത്തിലൊരു കോൺഫിഡൻസ് അമേരിക്കൻ ജനതയ്ക്കും അതേപോലെ തന്നെ ലോകത്തിനും മുന്നിൽ കാഴ്ചവെക്കാൻ ശരിക്ക് ട്രംപിന് സാധിക്കുന്നുണ്ടോ? മറ്റൊന്ന്, പുടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷം കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഏത് രീതിയിലാണോ പോകേണ്ടത് അതേ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം കൺക്ലൂഡ് ചെയ്യപ്പെടാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റോയിൽ അംഗത്വം കൊടുക്കുന്നില്ല, ട്രംപ് പറഞ്ഞു ഓക്കെ പ്രശ്നമില്ല. അതേപോലെ തന്നെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് റഷ്യയോടൊപ്പമായിരിക്കും, അതിന് പ്രശ്നമില്ല. ഏകദേശം ഒരു 1,00,000-ഓളം സാങ്ഷൻസ്, ഉപരോധങ്ങൾ അമേരിക്ക റഷ്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ട്രംപിന് തീർച്ചയായും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മൊത്തത്തിൽ റഷ്യ തിളങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഇത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നത്. അപ്പോൾ വീണ്ടും ആ ലോകക്രമത്തിൽ അമേരിക്കയാണ് മുൻകൈയെടുത്ത് ഈ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു സാങ്കത്യം എത്രത്തോളം വരും? വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അമേരിക്കയിൽ മൊത്തമായിട്ട്. കാരണം വാഷിംഗ്ടൺ ഡി സിയിലെ 50-55 വർഷം കൂടുതൽ താമസിച്ച് ഈ ഓരോ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രൊഫസർ എന്നോട് കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. പുള്ളി വളരെ ആശങ്കയാണ്. പുള്ളി പറയുന്നത് അമേരിക്ക ഈ രീതിയിൽ എങ്ങനെ പോകുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ എത്രയോ പ്രസിഡന്റുമാരെ കണ്ടിരിക്കുന്നു. ഒരിക്കലും അമേരിക്ക ഈ രീതിയിൽ മാറി എന്ന് പറയാൻ പറ്റത്തില്ല. വാട്ട് ഷാൽ വി ഡു എന്ന് പറയുമ്പോൾ വളരെ ആങ്ഷ്യസ് ആയിട്ട് പറയും. ഞാൻ പോകുന്ന മറ്റു പല ഗ്രൂപ്പുകളിലും ഇപ്പം അത് പലരും ട്രംപിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ വന്നിട്ട് കൈ കൊടുത്തിട്ട് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഐ ഡോണ്ട് നോ വേർ വി ആർ ഹെഡിങ് ടു. നമുക്ക് നാട്ടിലൊക്കെ ഒരു വീട് ഇപ്പോഴും സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലത്, വിൽക്കരുത്. കാരണം ഇത് എങ്ങോട്ടാ പോകണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ. ആൾക്കാർ വളരെയധികം ആശങ്കയോടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പുടിന്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ റഷ്യ ഇത്രയും കാലം ഒരു അഗ്രസീവ് പവറായിട്ട് യൂറോപ്പിന്റെ ഒരു ത്രെട്ടായിട്ട് മൂവ് ചെയ്യാൻ ഏത് സാധ്യത ഉണ്ടായിരുന്ന ഒരു കാലത്താണ് യുക്രൈനെ ആക്രമിക്കുന്നത്. യുക്രൈനെ ആക്രമിക്കുമ്പോഴും ഈ അവിടുന്ന് വരുന്ന ടാങ്കുകളൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാരാണ് അഗ്രസീവ്, എവിടുന്നാണ് ഇത്. ഈ 3 വർഷം യുക്രൈൻ എത്രയധികം ഒരു ചെറിയ രാജ്യം ഒരു വലിയ രാജ്യത്തിന്റെ വലിയൊരു സൈനിക സന്നാഹത്തിനെതിരായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് കിട്ടുന്ന ശ്രമമുണ്ടല്ലോ, അതിനെ ആൾക്കാർ ബഹുമാനിക്കും. കാരണം ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വാഷിംഗ്ടണിൽ പോയപ്പോൾ അവിടെ എല്ലാ പോളിലും യുക്രൈനിയൻ പതാകകളാണ് കൊളുത്തി വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് അവർക്ക് യുക്രൈനോട് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഒരു യുക്രൈനിയൻ ഫ്ലാഗ് അവരുടെ വീടിന് മുമ്പിൽ ഉയർത്തി കാണിക്കാന്നുള്ളത്. അപ്പൊ ആൾക്കാരുടെ മോറൽ സപ്പോർട്ട് യുക്രൈന് നല്ലൊരു ശതമാനം ഇപ്പോഴും ഉണ്ട്. പുടിൻ പറയുന്നത് ഇപ്പൊ അവർ പിടിച്ചെടുത്ത രാജ്യങ്ങള് ആ നോർത്തേൺ പാർട്ട് ഓഫ് യുക്രൈനിയൻ, അത് റഷ്യൻ സംസാരിക്കുന്ന ആ ഒരു ഭാഗം, അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നത്. ഇപ്പം ആ സംസാരത്തിന്റെ അതിന്റെ ഒരു ലോയൽറ്റി, ഒരു ആഢ്യത്വം നഷ്ടപ്പെടുന്നത് ഞങ്ങൾ തീരുമാനിക്കും, അമേരിക്കയും റഷ്യയും ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കൊച്ചു പിള്ളേര് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കുക എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് കൺട്രി അതിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുക. യൂറോപ്പിന് ഒരു പുത്തൻ പ്രതീക്ഷയുള്ളത് സോ ഫാർ ദേ ആർ ബിൽറ്റ് ഓൺ US ഗ്യാരണ്ടി. അവർക്ക് തന്നെ നിൽക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാകുകയും യൂറോപ്പ് കുറെ കൂടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും സ്വന്തമായിട്ടുള്ള പോളിസി എടുക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ലോകത്തേക്കാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഈ യുദ്ധത്തിന്റെ ഒരിക്കലും പുടിൻ ആയിരിക്കത്തില്ല ഇതിന്റെ വിന്നർ. ഇതിന്റെ ഒരു ഡീല് ഇനി ഉണ്ടാവും. അപ്പൊ എനിക്കൊന്നും എതിരാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ ടേബിളിൽ കൊണ്ടുവരുന്നത്. യൂറോപ്യൻ ആൾക്കാരെ ടേബിളിൽ കൊണ്ടുവരണമെങ്കിൽ സാങ്ഷൻസ് എടുക്കണമെന്നാണ് പറയുന്നത്. ഇതുവരെ 3 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ്. ഈ 3 വർഷം കഠിനമായ സാങ്ഷൻ ആയിരുന്നു റഷ്യക്കെതിരായിട്ട്. റഷ്യ കാര്യമായിട്ട് പെട്ടുപോയതാണ്. കാരണം GDP മുമ്പോട്ട് പോയിട്ടുണ്ട്. കാരണം അവിടെ എണ്ണ കള്ളമായിട്ടുള്ള രീതിയിലൊക്കെ വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരിക്കലും വിജയം റഷ്യയുടെ ആയിരിക്കത്തില്ല. ശരി, ശ്രീ മിഥുൻ തോമസ്, അത് തന്നെയാണ് ചോദ്യം. കാരണം ഡൊണാൾഡ് ട്രംപ് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അത് അദ്ദേഹത്തിന് പൂർണ്ണമായ മാൻഡേറ്റ് കൊടുത്ത അമേരിക്കക്കാരെ പോലും അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ, അമേരിക്കൻ ഇന്ത്യൻസിനെ ഇത്രയധികം ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ US കോൺസുലേറ്റിൽ സാധാരണഗതിയിൽ അമേരിക്കയിൽ ഒരു തവണ പോയി ഇറങ്ങി കയറി വരുന്ന കൃത്യമായ നിയമങ്ങൾ പാലിച്ച ഒരു വ്യക്തിക്ക് ഒരു US വിസ രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഈ കോൺസുലേറ്റിലെ ആൾക്കാരോട് ചോദിക്കും,
ചോദിക്കുമ്പോൾ അവർ പറയുന്നു കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു സാധാരണ B1 B2 വീസ പോലും വളരെ പേടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മൊത്തത്തിലൊരു ആശങ്ക ജനങ്ങളിലേക്ക് നിറയ്ക്കുക, അതാണോ ശരിക്കും ഒരു ഭരണാധികാരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം തന്നെ അങ്ങയുടെ സഹ പാനലിസ്റ്റുകൾ ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയോട് ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും ട്രംപിന്റെ എല്ലാ കാര്യങ്ങളും ഫേസ് വാല്യൂവിന് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അമേരിക്കൻസിനല്ല, ലോകത്തിന് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് ആദ്യമേ വെല്ലുവിളിക്കും. അതായത് നീ വാ, നീ എന്റെ കൂടെ കൂട്, അല്ലെങ്കിൽ നിന്നെ ആക്രമിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇത് ബിസിനസ്മാൻ ആയതുകൊണ്ട് അദ്ദേഹം ഒരു നല്ലൊരു വ്യാപാരിയാണ്. ഒരു പക്ഷെ എനിക്ക് ട്രംപിന്റെ മുഴുവൻ പേര് ഒരുപക്ഷെ അഗർവാൾ എന്നൊക്കെ വേണം വിളിക്കാൻ പറ്റും, കാരണം അദ്ദേഹം നല്ലൊരു മാർവാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വെല്ലുവിളിയാണ്, കാരണം ടേബിളിൽ പോയിരിക്കുമ്പോൾ ഓപ്ഷൻസ് കുറയാണ് എന്തിനു വില പേശാനായിട്ട്. അതെല്ലാവർക്കും മനസ്സിലാവും, ലോകരാജ്യങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ പറയുന്ന ഇനി നെക്സ്റ്റ് സൊല്യൂഷൻ, ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഈ എന്തായിരിക്കും, ഈ എന്ത് സംഭവിക്കും, ഉക്രൈന് സംഭവിക്കും, റഷ്യക്ക് എന്ത് സംഭവിക്കും, അതിനൊക്കെ ഈ 5 പേരും കൂടി വ്യക്തമായ പ്ലാൻ ഉണ്ട്. 5 പരിപാടി അവർ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന 5 പേരും ഇനിയും കാണുന്നതായിരിക്കും. ദേ ഹാവ് എ ഹൈ ലെവൽ കമ്മിറ്റി ഇൻക്ലൂഡിംഗ് ഓൾ ദ പീപ്പിൾ ഫ്രം US ആൻഡ് ഓൾസോ ഉക്രൈൻ ആൻഡ് ഓൾസോ ഫ്രം റഷ്യ വിൽ മീറ്റ് അഗൈൻ. ഇനി റഷ്യക്ക് എന്താണ് വേണ്ടത്? റഷ്യയുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് സാങ്ഷൻ എടുത്ത് കളഞ്ഞേ പറ്റും. ഡിപ്ലോമാറ്റിക് ടൈസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ, കാരണം അവിടെ എംബസി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് പുടിന് ഇത് അവസാനിപ്പിക്കണം. അമേരിക്കയും റഷ്യയും തമ്മിൽ ഡിപ്ലോമസി കൊണ്ടുവരണം. ട്രംപ് ഒരു ഫോർമുല മുന്നോട്ട് വെക്കും, അതായത് നാറ്റോ മെമ്പർഷിപ്പ് കിട്ടാൻ പോകുന്നില്ല. ഒരു യൂറോപ്യൻ രാജ്യം, ഈ പറയുന്ന അവിടെയാണ് ഇവർക്കൊക്കെ സ്പേസ് വരുന്നത്. ഈ പറയുന്ന ഫ്രാൻസിനും ലണ്ടനും പിന്നെ അതോടൊപ്പം തന്നെ ജർമ്മനിക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുക നിങ്ങൾ. കാരണം ട്രംപ് ഇന്നലെ പറഞ്ഞത്, അമേരിക്കൻസ് ചോദിക്കുന്നു, നമ്മളും റഷ്യയും തമ്മിൽ മൈലുകളോളം വ്യത്യാസമുണ്ട്, നമ്മൾ എന്തിനു പോകുന്നു അവിടെ? കാരണം നമുക്ക് ഇതിന് ആവശ്യമൊന്നും. ഇറ്റ്സ് യൂറോപ്പ് വാർ, ദേ സപ്പോസ് ഇൻവെസ്റ്റ് 300-500 ബില്യൺ അമേരിക്ക കൊടുക്കുമ്പോൾ യൂറോപ്പ് നിസ്സാരം 1-2% മാത്രം കൊടുക്കുന്നത്. ഇത് ഹൂസ് മണി ഈസ് പേയിങ്? ഹാർഡ് ആൻഡ് മണി അല്ലെ? ഇവിടെയുള്ള അമേരിക്കൻസിന് ഈ പറയുന്ന ടാക്സ് അടയ്ക്കുന്ന പണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ട്രംപിന്റെ ഈ പറഞ്ഞ നീക്കം എന്ന് പറയുന്നത് എന്താ പറയുക, ആശങ്ക ഉണ്ടാക്കുമല്ല. ഹി വാണ്ട് ടു ക്രിയേറ്റ് കിയോസ് അവസാനിപ്പിക്കുക. കാരണം 2022 മുതൽ യൂറോപ്പിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. കാരണം പല രാജ്യങ്ങളും മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജർമ്മനിയിലെ വോക്സ് വോഗൻ പോലെ പല കമ്പനികളും അടച്ചുവിടാൻ പോകുന്നു. UK അവസ്ഥ, അതോടൊപ്പം ഫ്രാൻസ് ആയാലും. സോ ദർ ഈസ് അൺസർട്ടനിറ്റി. സോ ബിക്കോസ് ഓഫ് എന്തുകൊണ്ട് ഈ പറഞ്ഞ വാറുകൊണ്ട് അല്ലെ? ഈ യുദ്ധം എങ്ങനെയാണ്, ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യപ്പെടുക? ആർക്ക് അനുകൂലമായിട്ടാണ്? യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാവി എന്താകും? യൂറോപ്പിന്റെ സുരക്ഷ എന്താവും? ഇതിനൊക്കെ എന്താണ് ട്രംപും പുടിനും കണ്ടുവച്ചിരിക്കുന്ന മാർഗങ്ങൾ? അതുകൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചർച്ച പൂർണ്ണമാക്കാൻ സാധിക്കൂ. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു കൃത്യമായ ധാരണ നമ്മുടെ മുന്നിലേക്ക് വരും. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടോം ആദിത്യ, ശ്രീ വർഗീസ് കോരസൻ ആൻഡ് ശ്രീ മിഥുൻ തോമസ്. എന്തായാലും ട്രംപും പുടിനും കൂടുതൽ അടുക്കുന്നത് പുതിയൊരു ലോകക്രമം, പാശ്ചാത്യ ചേരിയിൽ ഉണ്ടാകുന്ന ഒരു പുനർവിചിന്തനം, ഇതൊക്കെ ഏത് രീതിയിലായിരിക്കുമെന്നറിയാൻ അടുത്ത ദിവസങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക എന്നറിയാൻ അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. Till then, stay safe.